ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എവിടെയാണ് ഈ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. റീഡിംഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് മോന് 3 months ആയപ്പോഴും സെക്കൻഡ് മോൾക്ക് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. 3 months ഒന്നും അല്ല, അതിന് മുൻപേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോൻ്റെ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റാറില്ല, മോനും കൂടെ ഉള്ളതുകൊണ്ട്. എന്നാലും ഏർലി സ്റ്റാർട്ട് അല്ലെങ്കിൽ ഏർലി ഇൻട്രഡക്ഷൻ ടു ബുക്സ് ഒബ്വിയസ്ലി മോൾക്ക് കുറച്ച് കൂടുതലായിരുന്നു. കാരണം ചുറ്റും എപ്പോഴും ബുക്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. ബുക്സ് ഇല്ലാത്ത ഒരു റൂമും ഞങ്ങൾക്കില്ല, എല്ലായിടത്തും ബുക്സ് ആയിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്തത് ഈ ബുക്ക് വെച്ചിട്ടാണ്. അതായത് ഇത് 2020 ഞങ്ങൾ വാങ്ങിയ ബുക്കാണ്. ഇപ്പോൾ 5 year old ബുക്കാണ്. ഏറ്റവും സ്മോൾ 3 months ആയപ്പം മോന് വാങ്ങിയ ബുക്കാണിത്. ഇത് ആക്ച്വലി ഹൈ കോൺട്രാസ്റ്റ് ബുക്കാണ്. അതായത് ഇങ്ങനത്തെ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് യെല്ലോ അങ്ങനത്തെ കോൺട്രാസ്റ്റ് ഇമേജസ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് ആക്ച്വലി കീറിയിട്ടൊക്കെ ഉണ്ട്. ഞാനതിപ്പോൾ ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ ഞങ്ങളുടെ കാലം കഴിഞ്ഞു. ഇത് ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സോ ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ യൂസ് ചെയ്ത ബുക്ക്, ബേബി ടച്ച് ഫസ്റ്റ് ഫോക്കസ് ഫേസസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൈ കോൺട്രാസ്റ്റ് ബുക്ക്. ഇവിടെയാണ് നമ്മുടെ രണ്ടുപേരുടെയും റീഡിംഗ് ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ബുക്കാണിത്. ഇനി ഇത് ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു വന്നത് ഇതാണ് കേട്ടോ, ദാറ്റ്സ് നോട്ട് മൈ പപ്പി എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ടച്ച് ആൻഡ് ഫീൽ ബുക്കാണ്, ബോണ്ടിൻ്റെ ബുക്കാണ്, അതുകൊണ്ട് നല്ല ബുക്കാണ്. പക്ഷേ ഞാനിത് സെക്കൻഡ് ഹാൻഡിൽ വാങ്ങിയ ബുക്കാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ ടച്ച് ആൻഡ് ഫീലൊക്കെ ഇച്ചിരി മോശമായിരുന്നു വാങ്ങിയപ്പോൾ തന്നെ. ബട്ട് സ്റ്റിൽ വൺ ഓഫ് ദ ലവ്ഡ് ബുക്കാണ്. കാരണം ഡോഗ്സ് പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ പേജിലും ഒരു മൗസ് ഉണ്ടാവും. സോ ആ മൗസിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞൊരു ഗെയിം നമ്മൾ കളിക്കും. വളരെ സ്മോൾ ആയപ്പോഴല്ല, ഒരു വയസ്സിനോട് അടുത്തപ്പം മൗസ് എവിടെയാണെന്ന് ചുറ്റും അതിനെ തൊട്ട് കാണിക്കുക, പിന്നെ ഇതിന് ഉമ്മ കൊടുക്കുക, അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പ് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ അത് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ ഇയേഴ്സ് തൊട്ട് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു ബുക്കാണ്. ഇതിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അവർക്ക് ഇപ്പോൾ 1.5 വയസ്സായിട്ടില്ല, ഒരു വയസ്സ് 2-3 മാസമൊക്കെ ആവുന്നുള്ളൂ. ഇതിപ്പോഴും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വേർ ഇസ് ബേബീസ് ബെല്ലി ബട്ടൺ. ഇത് ഭയങ്കര അടിപൊളി ബുക്കാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ബേബിയുടെ ഫേസ് ആയതുകൊണ്ട്. ഇത് കാരൻ കാറ്റ്സിൻ്റെ ഇതേപോലത്തെ വേറെയും ബുക്സ് അവൈലബിൾ ആണ്, ബേബിയുടെ ഫേസസ് ഉള്ളത്. ഇത് ആണ് ഞങ്ങളുടെ ഉള്ളത്. ഇത് ഇതേപോലെ ലിഫ്റ്റ് ഫ്ലാപ്പ് ബുക്കാണ്. അത് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു പിക്കപ്പ് കളിക്കുന്ന പ്രായമാകുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ബുക്കാണ് വേർ ഇസ് ബേബീസ് ബെല്ലി ബട്ടൺ. ഇങ്ങനെ ലിഫ്റ്റ് ഫ്ലാപ്പ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് ഭയങ്കര ലവ്ഡ് ബുക്കാണ് രണ്ടുപേരുടെ. അടുത്തത് വന്നതാണ് എനിക്ക് തോന്നുന്നു ഇഡിയർ സൂ ആണ്. ഇതും ലിഫ്റ്റ് ഫ്ലാപ്പ് ബുക്കാണ്, പക്ഷേ ഇത് പല രീതിയിലാണ്. ഇത് ഡിഫറെൻറ്റ് ആനിമൽസ് ആണ്. ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഇത് ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് സൗണ്ട് ഉണ്ടാക്കുന്ന ബുക്കാണ്. അതായത് ഇങ്ങനെ ഹോഴ്സ്, പിഗ്, ഷീപ്പ്, കൗ, പിന്നെ ഇതിടുമ്പോൾ ഓൾഡ് മാക്ഡൊണാൾഡിൻ്റെ സോങ് വരും. ഇതൊരു സൗണ്ട് ബുക്കാണ്. ഇതും മോന് വാങ്ങിയ, ഇതെല്ലാം മോന് വാങ്ങിയ ബുക്കാണ്. 5 വർഷത്തോളം 5-4 വർഷം 5 വർഷം പഴക്കമുണ്ടാവും. ഇതിന് ബാറ്ററിയാണ്. ഈ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 2 times ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ സെല്ല് വരും, അത് ഇടണം, അത്രയേ ഉള്ളൂ. ഇത് കുറച്ച് കോസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ സൗണ്ട് ബുക്സിന്, പക്ഷേ നല്ലതാണ്. കുട്ടികൾക്ക് മോന് ഭയങ്കര പേടിയായിരുന്നു ഈ സൗണ്ട് ആദ്യമൊക്കെ. പക്ഷേ മോക്കൊരു കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൗവിൻ്റെ സൗണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും സൗണ്ട്. നമുക്ക് ഓരോ പേജ് വായിക്കുമ്പോൾ ആ പാട്ടിട്ടിട്ട് ഇങ്ങനെ പാട്ട് കൂടെ പാടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പേജ് എടുക്കുമ്പോൾ ആ ഷീപ്പിൻ്റെ സൗണ്ട് ഉണ്ടാക്കാം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. ഈ എല്ലാ ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ ബുക്സും എൻ്റെയും മക്കളുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നല്ല, അതായത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ബുക്സിനോട് ഇഷ്ടം ഉണ്ടാവാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്ത ബുക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കാണിക്കാനായിട്ടുള്ളത് ഇത് ഒരു ബാത്ത് ബുക്കാണ്. ഇത് ആക്ച്വലി ഒരു ഷോപ്പിൽ പോയപ്പോൾ വെറുതെ വാങ്ങിയതാണ്. ഇത് ഒരു ബുക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇതും കണ്ടോ, ആകെ ഡേർട്ടി ആയിട്ട് യൂസ് ചെയ്തിട്ട്. ഇത് ബാത്ത് ടബിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെ മെറ്റീരിയലാണ്. പിന്നെ കൊച്ചു കുട്ടികൾ, വായിലിടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നും പറ്റില്ല, ബുക്കിന് നല്ലൊരു ഉപയോഗം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിതൊരു ബുക്ക് എന്ന രീതിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ യൂസ് ചെയ്ത ബുക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ വെച്ചേ ഉള്ളൂ. പക്ഷേ ആനിമൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു രസമാണ്. പക്ഷേ അത്ര അങ്ങോട്ട് ലവ്ഡ് ഒരു ബുക്കെന്നൊന്നും പറയാനില്ല. ഒരു ബുക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. ഇതൊരു ടോയ് പോലെയാണ്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ ബുക്ക്. ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കും. ചെറിയ പ്രായത്തിൽ നമുക്ക് ബാത്ത് ടബിലൊക്കെ കളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ സ്മോൾ ബേബി കളക്ഷൻ എന്ന് പറയുന്നതിൽ വരുന്ന കുറച്ച് ബുക്സ്. ഇനിയുണ്ട്, അത് അടുത്ത വീഡിയോയിൽ എടുക്കും.